ഹിന്ദു വിശ്വാസമനുസരിച്ച് ശിവൻ പത്നിയായ പാർവതീദേവിയുമൊത്ത് കൈലാസ പർവ്വതത്തിലാണ് വസിക്കുന്നത്. ടിബറ്റിലെ ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗമാണ് കൈലാസം. കൈലാസ പർവ്വതത്തിന്റെ ടിബറ്റൻ പേര് ഗാൻ റിൻ പോച്ചി എന്നാണ്. ഗാൻ എന്ന പദത്തിന് മഞ്ഞിന്റെ കൊടുമുടി എന്നും റിൻ പോച്ചി എന്ന പദത്തിന് അമൂല്യമായത് എന്നുമാണ് അർത്ഥം. അതുകൊണ്ടുതന്നെ ഗാൻ റിൻ പോച്ചി എന്നാൽ മഞ്ഞിന്റെ അമൂല്യരത്നം എന്നർത്ഥമുണ്ടെന്ന് കരുതുന്നു. ടിബറ്റിലെ ബുദ്ധമതാനുയായികൾ കൈലാസപർവ്വതത്തെ കാൻഗറി റിൻപോച്ചി എന്ന് വിളിക്കുന്നു. ഇതിന്റെ ചൈനീസ് നാമം ടീസ് എന്നാണ്. ടീറ്റസ് എന്ന സാങ്സുങ് ഭാഷയിൽ നിന്നുമാണ് ഈ പദമുണ്ടായത്. ജലത്തിന്റെ കൊടുമുടി അല്ലെങ്കിൽ നദിയുടെ കൊടുമുടി എന്നാണ് ഇതിനർത്ഥം. കൈലാസത്തിനടുത്താണ് മാനസ സരോവരവും രാക്ഷസ്ഥാൽ തടാകവും. ഡൽഹിയിൽ നിന്നും 865 കിലോമീറ്റർ അകലെയാണ് കൈലാസം. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 6690 മീറ്റർ ഉയരമുണ്ട്. സംസ്കൃതത്തിൽ നിന്നാണ് കൈലാസം എന്ന പദമുണ്ടായത്. സ്ഫടികം എന്നർത്ഥം വരുന്ന കൈലാസ് എന്ന പദത്തിൽ നിന്നാണ് കൈലാസം എന്ന വാക്കുണ്ടായതെന്ന് കരുതുന്നു. ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ്, ബ്രഹ്മപുത്ര, കർണാലി തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനത്തിനടുത്താണ് കൈലാസപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുമതത്തെപ്പോലെ തന്നെ ബുദ്ധമതവും ജൈനമതവും കൈലാസപർവ്വതത്തെ പുണ്യസ്ഥലമായാണ് കരുതുന്നത്. കൈലാസപർവ്വതം ജൈനമതത്തിൽ അഷ്ടപദ പർവ്വതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രശസ്ത ജൈന തീർത്ഥങ്കരനായിരുന്ന ഋഷഭദേവ തുടങ്ങിയവർ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി തപസ് ചെയ്യാൻ തിരഞ്ഞെടുത്തത് കൈലാസപർവ്വതത്തെയാണ്. ജൈനമതാനുയായികൾ അറിവിന്റെ ആദ്യ ഗുരുവായി കൈലാസത്തെ കരുതുന്നു. താന്ത്രിക ബുദ്ധമതാനുയായികൾ കൈലാസപർവ്വതത്തെ ചക്രസംവരയുടെ വാസസ്ഥലമായാണ് കരുതുന്നത്. കൈലാസത്തിലെ വിവിധ പ്രദേശങ്ങൾ ഗുരു റിൻപോച്ചിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താന്ത്രിക ബുദ്ധിസത്തിന്റെ ഗുരുവായി കരുതപ്പെടുന്നത് മിലരേപയാണ്. ഒരിക്കൽ ഇദ്ദേഹം ടിബറ്റിലേക്ക് വരികയും ബൊൻ മതത്തിന്റെ ഗുരുവായി കരുതുന്ന നറോ ബോൻചാങ്ങിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന മത്സരത്തിൽ ഇരുവർക്കും ജയിക്കാൻ കഴിയാതെ വന്നു. അവസാനം കൈലാസപർവ്വതത്തിന്റെ മുകളിൽ ആരാണോ ആദ്യമെത്തുന്നത് അവർ ജയിക്കും എന്ന ഒരു ഉടമ്പടിയിൽ എത്തിച്ചേർന്നു. അതിൽ മിലരേപ ജയിച്ചെന്ന് പറയപ്പെടുന്നു. വിഷ്ണുപുരാണത്തിൽ കൈലാസപർവ്വതത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പർവ്വതത്തിന്റെ 4 മുഖങ്ങളിൽ ഓരോന്നും സ്ഫടികം, രത്നം, സ്വർണം, വൈഡൂര്യം എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കൈലാസത്തെ പ്രപഞ്ചത്തിന്റെ തൂണായും കരുതുന്നുണ്ട്. കൈലാസത്തിലേക്കുള്ള യാത്രയിൽ മല ചുറ്റിവരാൻ 3 ദിവസം വേണം. മാനസ സരോവർ തടാകത്തെ ചുറ്റിവരാനും 3 ദിവസം വേണം. 15 മൈലാണ് മാനസ സരോവർ തടാകത്തിന്റെ വീതി. ഇത് പവിത്രവും ദിവ്യവുമായി കരുതപ്പെടുന്നു. മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ടതാണ് മാനസ സരോവർ. തണുപ്പുകാലത്ത് ഈ തടാകം ഉറഞ്ഞുകിടക്കും. വേനൽക്കാലത്ത് മഞ്ഞുരുകി 5 നദികളായിട്ടാണ് വെള്ളം മാനസ സരോവരിൽ എത്തുന്നത്. തടാകത്തിന്റെ കരയിൽ പല വർണ്ണങ്ങളിലുള്ള കല്ലുകൾ കാണാം. മാനസ സരോവറിനടുത്ത് രാക്ഷസ്ഥാൽ എന്ന ചെറിയൊരു തടാകമുണ്ട്. ഇവിടെയാണ് രാവണൻ തപസ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. ഇവിടം ദുഷ്ടദേവതകളുടെ വാസസ്ഥലമാണെന്ന വിശ്വാസവുമുണ്ട്. അതിനാൽ ഇവിടുത്തെ ജലം ആരും കുടിക്കാറില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൈലാസ തീർത്ഥാടനം ആരംഭിച്ചതായി കണക്കാക്കുന്നു. എല്ലാ വർഷവും നിരവധി തീർത്ഥാടകർ കൈലാസത്തിൽ എത്തിച്ചേരുന്നു. ഹിന്ദു ബുദ്ധമത വിശ്വാസികൾ കൈലാസത്തെ ഇടത്തുനിന്നും വലത്തോട്ട് ചുറ്റുമ്പോൾ ജൈനമതക്കാർ വലത്തുനിന്നും ഇടത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുന്നു. കൈലാസപർവ്വതത്തിന്റെ പ്രദക്ഷിണ വഴിയുടെ നീളം 52 കിലോമീറ്ററാണ്. കൈലാസപർവ്വതത്തെ ഒരു ദിവസം കൊണ്ട് പ്രദക്ഷിണം വയ്ക്കണമെന്ന് ചിലർ വിശ്വസിക്കുന്നു. പക്ഷേ ഈ രീതിയിൽ വലം വയ്ക്കുന്നത് ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. ഏതാണ്ട് 15 മണിക്കൂർ കൊണ്ട് മാത്രമേ ഒരാൾക്ക് 52 കിലോമീറ്റർ കൈലാസപാത നടന്നു പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം ദുഷ്കരമായ യാത്രയ്ക്കിടയിൽ ചില തീർത്ഥാടകർ മരണപ്പെടാറുമുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ അതിർത്തി തർക്കത്തിന്റെ പേരിൽ 1954 മുതൽ 1978 വരെ ചൈന തീർത്ഥാടനാനുമതി നിഷേധിച്ചിരുന്നു. അതിനുശേഷം കുറച്ച് തീർത്ഥാടകർക്ക് മാത്രമേ കൈലാസത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നുള്ളൂ. കൈലാസപർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹകർക്ക് പോലും എത്തിച്ചേരുവാൻ സാധ്യമല്ല. 1926 ഹഗ്രത് ലജ് കൈലാസത്തിന്റെ വടക്ക് ഭാഗത്തെക്കുറിച്ച് പഠിക്കുകയും ഏതാണ്ട് വടക്ക് ഭാഗം 6000 അടി കയറുക തികച്ചും ദുഷ്കരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് 1936 ഹെർബർട്ട് ടിച്ചി കൈലാസപർവ്വതം കയറാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരം
സർവസംഘ പരിത്യാഗിയായ ഋഷികൾക്ക് മാത്രമേ കൈലാസപർവ്വതം കീഴടക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു. പിന്നീട് 1980-ൽ ചൈന ഗവൺമെന്റ് റിൻഹോൾഡ് മെസ്സനാർ എന്ന പർവ്വതാരോഹകന് അനുവാദം നൽകിയിരുന്നു. 2001-ൽ ഒരു സ്പാനിഷ് സംഘത്തിനും അനുവാദം നൽകി. ഇരു ശ്രമങ്ങളും വിജയിച്ചില്ല. തന്റെ അനന്തമായ ജ്ഞാനമെല്ലാം ശിവൻ കൈലാസത്തിൽ നിക്ഷേപിച്ചിരുന്നു എന്നാണ് വിശ്വാസം. ആദിയോഗി സപ്തർഷികൾക്ക് യോഗവിദ്യ ഉപദേശിച്ചു കൊടുത്തുവത്രേ. ആ അറിവിന്റെ ഓരോ ഭാഗം ഓരോ ഋഷിയും ഹൃദിസ്ഥമാക്കി. എന്നാൽ യോഗശാസ്ത്രത്തിന്റെ 7 ഭാഗങ്ങളും പൂർണ്ണമായി ഹൃദിസ്ഥമാക്കാൻ യോഗ്യനായ ഒരാളെയും ആദിയോഗിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് എല്ലാ അറിവും കൂടി കൈലാസത്തിൽ നിക്ഷേപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. ജീവിതത്തിന്റെ അടിസ്ഥാന ഘടനയെ മനസ്സിലാക്കാനുള്ള 7 ശാസ്ത്രവിഭവങ്ങളും ഒരേ സ്ഥലത്ത് തന്നെ ഭദ്രമായി ഇരിക്കട്ടെ എന്ന് അദ്ദേഹം കരുതി. അറിവ് തേടി വരുന്നവർക്ക് എല്ലാ അറിവും ലഭ്യമാകുന്ന അനന്ത സ്രോതസ്സാണ് കൈലാസം. ഭൂമുഖത്തെ ഏറ്റവും വലിയ ലൈബ്രറി എന്ന് കൈലാസത്തെ വിശേഷിപ്പിക്കാം. അവിടെ നിന്നും ജിജ്ഞാസുക്കൾക്ക് ലഭിക്കുന്നത് കേവലം പുസ്തകജ്ഞാനമല്ല, അത് നിഗൂഢജ്ഞാനത്തിന്റെ കലവറയാണ്. എന്നെന്നും പ്രസക്തമായിട്ടുള്ള ജീവചൈതന്യം ഉൾക്കൊള്ളുന്ന ദിവ്യമായ കലവറ. കൈലാസപർവ്വതം അറിവിന്റെ ആധാരമാക്കി മാറ്റുന്നതിനായി ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ദിവ്യാത്മാക്കളെല്ലാം കൈലാസപർവ്വതത്തിലെത്തും. തങ്ങൾ ആർജിച്ച ജ്ഞാനമെല്ലാം പ്രത്യേകമായ ഒരു ഊർജ്ജരൂപത്തിൽ അവർ അവിടെ നിക്ഷേപിക്കും. ഇത് 1000 വർഷങ്ങളായി നടന്നുവരുന്ന ഒരു പതിവാണത്രേ. അഗസ്ത്യമുനി കൈലാസത്തിന്റെ തെക്കുഭാഗത്ത് ഇപ്പോഴും വസിച്ചുവരുന്നു എന്നാണ് ദക്ഷിണേന്ത്യക്കാർ വിശ്വസിക്കുന്നത്. യോഗശാസ്ത്രത്തിന്റെ പ്രധാന പ്രണേതാക്കളിൽ ഒരാളാണ് അഗസ്ത്യമുനി. ബുദ്ധന്മാരിൽ 3 പേർ കൈലാസത്തിൽ താമസിക്കുന്നു എന്ന് ബുദ്ധമതക്കാരും വിശ്വസിക്കുന്നു. എല്ലാവരും കൈലാസത്തെ ദിവ്യമായി കാണുന്നു. ആധ്യാത്മിക ജ്ഞാനം തേടിച്ചെല്ലുന്ന ഏതൊരാൾക്കും കൈലാസം ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ ജ്ഞാനസ്രോതസ്സാണ്. യോഗികളെ സംബന്ധിച്ചിടത്തോളവും ഇതുതന്നെയാണ് പരമമായ സ്ഥാനം. കൈലാസത്തോട് ഉപമിക്കാവുന്ന മറ്റൊരു ഭൂവിഭാഗം ഈ ഭൂമിയിലില്ലത്രേ. മാനസ സരോവരവും പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ത്യയിൽ നിന്നും ടിബറ്റിൽ നിന്നും മറ്റു സമീപ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഇവിടേക്കുള്ള യാത്ര പുണ്യമായി കണക്കാക്കപ്പെടുന്നു. നിരന്തരമായ തീർത്ഥയാത്രകൾ ഇവിടേക്ക് ആസൂത്രണം ചെയ്യപ്പെടാറുണ്ട്. എല്ലാ വർഷവും ഇന്ത്യയിൽ നിന്ന് പുറപ്പെടാറുള്ള സുപ്രസിദ്ധമായ കൈലാസ മാനസ സരോവർ യാത്ര ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. തീർത്ഥാടകർ മാനസ സരോവരത്തിലെ ജലത്തിൽ സ്നാനം നടത്തുന്നത് ഒരു പുണ്യകർമ്മമായി കരുതുന്നു. ഹിന്ദു വിശ്വാസമനുസരിച്ച് ബ്രഹ്മാവിന്റെ മനസ്സിലാണ് ആദ്യം തടാകം സൃഷ്ടിക്കപ്പെട്ടത്. മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട തടാകം എന്ന അർത്ഥത്തിലാണ് മാനസ സരോവരം എന്ന പേര് വന്നത്. ബുദ്ധമതക്കാരും ഈ തടാകത്തെ പവിത്രമായി കണക്കാക്കുന്നു. മായാറാണി ശ്രീബുദ്ധനെ ഗർഭം ധരിച്ചത് ഈ തടാകത്തിന്റെ തീരത്ത് വെച്ചാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ തടാകത്തിന്റെ തീരത്തായി അനേകം സന്യാസി മഠങ്ങളും സ്ഥിതി ചെയ്യുന്നു. അത്യന്തം ദുഷ്കരമായ വഴികളിലൂടെയാണ് മാനസ സരോവർ യാത്ര. കാലാവസ്ഥയുടെ നിരന്തരമായ വെല്ലുവിളികളെ അതിജീവിച്ചു വേണം യാത്ര തുടരാൻ. യാത്രയ്ക്ക് മുന്നോടിയായി യാത്രികർ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാവേണ്ടതുണ്ട്. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന വൈദ്യപരിശോധനയ്ക്കായി 3-4 ദിവസം അവിടെ ചെലവഴിക്കേണ്ടതായി വരും. ഇത്രയും ദിവസം അവിടെ തങ്ങുന്നതിനുള്ള സൗകര്യം ഡൽഹി സർക്കാർ യാത്രികർക്ക് നൽകും. സ്വന്തം ചെലവിൽ മറ്റു താമസ സൗകര്യങ്ങൾ നോക്കണമെങ്കിൽ അങ്ങനെയും ആവാം. ഈ വൈദ്യപരിശോധനകളിൽ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. ഇതുകൂടാതെ ഉത്തരാഖണ്ഡിലെ ഗുഞ്ചിയിൽ വെച്ച് രണ്ടാമതൊരു വൈദ്യപരിശോധന കൂടിയുണ്ട്. യാത്ര തുടങ്ങി 6 ദിവസത്തിന് ശേഷമായിരിക്കും ഇത്. ഈ അവസരത്തിൽ ശാരീരികക്ഷമത മോശമാണെന്ന് കാണുന്നവരെ യാത്ര തുടരാൻ അനുവദിക്കില്ല. ഡൽഹിയിലെയും ഗുഞ്ചിയിലെയും മെഡിക്കൽ വിദഗ്ധരുടെ തീരുമാനം അന്തിമമായിരിക്കും. യാത്രയ്ക്കായി തിരഞ്ഞെടുത്തവരെ 4 ആഴ്ചയ്ക്ക് മുൻപായി അക്കാര്യം അറിയിക്കും. ആവശ്യമായ യാത്രാസാമഗ്രികളുടെ ലിസ്റ്റും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ അറിയിക്കുന്നതാണ്. കൈലാസ് മാനസ സരോവർ യാത്രാ പാക്കേജ് ഉത്തരാഖണ്ഡ്, ഡൽഹി, സിക്കിം എന്നീ സംസ്ഥാന സർക്കാരുകളുടെയും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെയും പങ്കാളിത്തത്തോടെയാണ് നടത്തപ്പെടുന്നത്. യാത്രയ്ക്ക് അപേക്ഷിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. കുറഞ്ഞത് 6 മാസം കാലാവധിയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉടമയായിരിക്കണം. 18-നും 70-നും ഇടയിൽ പ്രായമുള്ള ആരോഗ്യവാന്മാരായവർക്കാണ് യാത്രയിൽ പങ്കെടുക്കാനാവുക.